15 വർഷം മുന്നേ അടച്ചിട്ട തറവാടാണ്. അതിനുശേഷം നമ്മളാണ് ആദ്യമായി ഇങ്ങോട്ട് വരുന്നത്. എന്തൊക്കെയോ ശാപം പിടിച്ച തറവാടാണിത് എന്ന് മാത്രമേ വിഷ്ണുവിനറിയൂ. വർഷങ്ങൾക്ക് മുമ്പേ അടച്ചിട്ട് എല്ലാവരും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറും വരെ അത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടെയും താമസിച്ചിരുന്ന ഒരു വീട് തന്നെയായിരുന്നു. എന്നാൽ ഈ 15 വർഷങ്ങൾക്ക് മുമ്പേ ആ തറവാട്ടിൽ ചില വിചിത്രമായ കാര്യങ്ങൾ നടന്നിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ തറവാട് ഇത്തരത്തിൽ ശപിക്കപ്പെട്ടതായത്. എന്നാൽ അധികം കഥയൊന്നും മുത്തശ്ശി വിഷ്ണുവിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാലും വിഷ്ണുവിന് ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട്ടിലേക്ക് 3 പേരിൽ കൂടുതൽ വരാൻ പാടില്ല എന്ന് മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്. എന്നാൽ കഥയുടെ പിന്നാമ്പുറമൊന്നും തിരഞ്ഞു പോകാനായി വിഷ്ണുവിന് ഒരു സമയവും ലഭിച്ചിരുന്നില്ല. മുത്തശ്ശിയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി അതിന് കൃത്യമായി ഒരു ഉത്തരവും നൽകുമായിരുന്നില്ല. കാരണം അതൊരു ശാപം പിടിച്ച തറവാടായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ പോലും മുത്തശ്ശിക്ക് മറ്റുള്ളവരോട് പറയാൻ പേടിയായിരുന്നു. അതിനപ്പുറം മുത്തശ്ശിക്ക് അത് പറയാൻ വല്ലാത്ത തരം ബുദ്ധിമുട്ടുള്ളതുപോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശിയോട് ആ തറവാടിനെ കുറിച്ച് പിന്നീട് ആരും ചോദിക്കാറുണ്ടായിരുന്നില്ല. ആ നാട്ടിലെ എല്ലാവരും ആ തറവാടിനെ കള്ളുവാഴി തറവാട് എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. അതെ, കള്ളുവാഴികൾ നാടുവാണിരുന്ന ഒരു തറവാടായിരുന്നു അത്. അതായത് ഇന്നത്തെ ജനറേഷനിൽ നിൽക്കുന്നവരുടെ പൂർവികരായിരുന്നു ഈ കള്ളുവാഴി രാജാക്കന്മാർ. ഈ കള്ളുവാഴി രാജാക്കന്മാർ മന്ത്രവാദത്തിൽ അതീവ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ട് പലതരത്തിലുള്ള മന്ത്രവാദങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഒരു ശാപം അവർക്ക് ലഭിക്കാനും കാരണം. എന്നാൽ കാലങ്ങൾക്കിപ്പുറം വിഷ്ണുവും വിഷ്ണുവിൻ്റെ 3 സുഹൃത്തുക്കളും ആ തറവാടിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹൊറർ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ആ വീടിനെ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താനും കൂടിയായിട്ട് അങ്ങോട്ടേക്ക് പോവുകയുണ്ടായി. എന്നാൽ അവർ ഈ കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് വിഷ്ണു പറഞ്ഞു, നമുക്ക് 3 പേർക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം, 4മതൊരാൾ അങ്ങോട്ടേക്ക് പോകുന്നത് മുത്തശ്ശിക്ക് സമ്മതമല്ല. അത് എന്താണ് കാര്യമെന്ന് കൂടെ ഉണ്ടായിരുന്ന ആമി ചോദിച്ചു. ആ സമയത്ത് ആമിയോട് പറഞ്ഞു, മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്, 4 പേര് ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അവിടെ പെട്ടുപോവുകയും ബാക്കി 3 പേർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇത് കേട്ട ആമിയും സനയും നിധിയും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു. എന്നാൽ നിധിക്ക് ഇതിലൊക്കെ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. നിധി എപ്പോഴും ഈശ്വരൻ ഉണ്ടെങ്കിൽ അതുപോലെ നെഗറ്റീവ് എനർജിയും ഉണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നിധി ഒരു MBBS സ്റ്റുഡൻറ്റുമായിരുന്നു. എന്നാൽ സനയായിരുന്നു ഈ യൂട്യൂബ് ബ്ലോഗർ. സനയ്ക്ക് ഇതുപോലെയുള്ള ഹൊറർ എക്സ്പ്ലോറിംഗ് നടത്തിയിട്ട് തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് സനയ്ക്കായിരുന്നു നിർബന്ധം ആ തറവാട്ടിലേക്ക് പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രേതബാധകൾ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാമെന്നും അതുപോലെ ഇത്തരത്തിലുള്ള വീടുകളിൽ പ്രേതബാധ ഉണ്ടാവുകയില്ല എന്നും തീർച്ചപ്പെടുത്താനായിട്ടായിരുന്നു സനയുടെ ഉദ്ദേശം. എന്നാൽ വിഷ്ണുവിൻ്റെ ഈ 15 വർഷം പൂട്ടിയിട്ട ഈ വീട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല. 15 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആ മരണത്തിന് ശേഷമാണ് ഈ വീട് അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിഷ്ണുവിനോടും അതുതന്നെയാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞെങ്കിലും അവർക്കാർക്കും ഇതിലൊന്നും ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ അങ്ങോട്ടേക്ക് ഒരു ദിവസം ഈസിയായി കടന്നുപോയി. അങ്ങനെ വിഷ്ണു കാർ ഓടിച്ചിട്ട് സനയും നിധിയും അതുപോലെ ആമിയും കയ്യിൽ ക്യാമറയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവർ പൂട്ടിയിട്ടിരിക്കുന്ന ആ വലിയ ഇരുമ്പ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പോയി. കാറ് ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തതിനു ശേഷം അവരെല്ലാവരും ആ വീടിനെ ഒന്ന് വിശദമായിട്ട് നോക്കി. എന്നിട്ട് ആമി വിഷ്ണുവിനോട് പറഞ്ഞു, എടാ കോടീശ്വര, നിനക്ക് ഇത്രയും വലിയ ആസ്തി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന, വെൽക്കം ബാക്ക് മൈ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു തറവാട്ടിലേക്കാണ്. ഇവിടെ ഗോസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ് നമ്മളുടെ ചലഞ്ച്. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണാൻ പേടിയുള്ളവർ ഇത് ദയവ് ചെയ്ത് കാണരുത്. എന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് രക്തം ചിന്തുന്ന കൊലപാതകങ്ങളുടെ കഥയാണ്.
എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടേതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ അവിടെ ബ്ലോഗ് ആരംഭിച്ചിരുന്നു. എന്നിട്ട് അവരെല്ലാവരും പതുക്കെ ആ തറവാടിനുള്ളിലേക്ക് കയറി. ആ തറവാടിലേക്ക് കയറുന്ന തിടക്കത്തിൽ ചെരുപ്പ് പോലും വൃത്തിക്ക് അടുക്കി വെക്കാൻ പോലും മറന്നിരുന്നു. അവിടെ ഇവിടേക്ക് ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടായിരുന്നു അതിനകത്തേക്ക് അവർ കയറിയിരുന്നത്. എന്നിട്ട് അകത്തെത്തിയതിനു ശേഷം അവിടെ അധികം അലങ്കോലമായിട്ടൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വന്ന് വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അത്ര പൊടി പിടിച്ചൊന്നും ആയിരുന്നില്ല കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാനായി യോഗ്യമായ സ്ഥലം തന്നെയായിരുന്നു. എന്നാൽ മുത്തശ്ശിയോട് ഈ തറവാട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞ സമയത്ത് 3 പേർ മാത്രമേ ഉള്ളൂ എന്നാണ് വിഷ്ണു കള്ളം പറഞ്ഞിരുന്നത്. 4 പേരുണ്ടെന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം അതൊരു ശാപം പിടിച്ച തറവാടായതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏറെ തന്നെയായിരുന്നു മുത്തശ്ശിക്കും. ഏതായാലും അങ്ങനെ അവർ 4 പേരും അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം അന്നത്തെ രാത്രി വളരെ എളുപ്പത്തിൽ തന്നെ അവരിലൂടെ കടന്നുപോയി. വ്ളോഗറായ സനയും നിധിയും ആമിയും അവിടെ തന്നെ കഴിച്ചുകൂട്ടി. എന്നാൽ അവിടെ നിൽക്കുന്ന ഓരോ സമയവും വിഷ്ണുവിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഭയം ഏറിക്കൊണ്ടേയിരുന്നു. എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ഈ കഥകളൊക്കെ മിത്താണെന്ന് അറിയാമെങ്കിലും വിഷ്ണുവിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയം ഏറിക്കൊണ്ടേയിരുന്നു. എന്നാൽ അന്നത്തെ രാത്രി വളരെ എളുപ്പത്തിൽ അവരിലൂടെ കടന്നുപോയി. എന്നാൽ പുലർച്ചെ അവർ എഴുന്നേൽക്കുന്ന സമയത്ത്, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം അവർ അലങ്കോലമാക്കിയിട്ട അവരുടെ ചെരുപ്പുകളൊക്കെ ആരോ തിണ്ണയിൽ വളരെ വൃത്തിയായിട്ട് അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർ വന്ന സമയത്ത് ആ തറവാടിന്റെ മുറ്റത്ത് നിറയെ കരിയിലകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരോ രാവിലെ തന്നെ വന്ന് വൃത്തിയാക്കിയതുപോലെ ആ മുറ്റമൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുക തന്നെയായിരുന്നു. ഇത് കണ്ട സമയത്ത് അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു കുളിര് കടന്നുപോയിരുന്നു. എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു ആ സമയത്ത് പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന്. ആ സമയത്ത് ആമി പറഞ്ഞു, ഏയ് ഇവിടെ നിന്ന് തിരിച്ചു പോകാനോ? ഇത്രയും നല്ല ഒരു സ്ഥലത്ത് 1-2 ദിവസമല്ല, ഒരാഴ്ചയോ 1 മാസമോ നമുക്ക് താമസിക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ വിഷ്ണു പറഞ്ഞു, 4 ആള് വന്നത് മുത്തശ്ശിക്ക് അറിയില്ല, 3 ആളാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് വീണ്ടും ആമി വിഷ്ണുവിനെ കളിയാക്കി, നീ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും നീ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്? അങ്ങനെ അന്നത്തെ പകൽ ആ തറവാട്ടിലെ എല്ലാ ഭാഗവും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ഒരു പൂട്ടിയ മുറി കണ്ടത്. ആ മുറിക്ക് അടുത്ത് ചെന്ന സമയത്താണ് ആ മുറി വളരെ ഭദ്രമായിട്ട് വലിയൊരു ലോക്ക് ഉപയോഗിച്ച് തന്നെയാണ് അടച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ആമിയും നിധിയും കൂടെ സനയും കൂടെ ആ വലിയ ലോക്ക് പൊട്ടിച്ച് അതിനകത്തേക്ക് കയറി. അതിനകത്തേക്ക് കയറിയ സമയത്ത് അവിടെ ഒരു ഡയറി കുറിപ്പ് കണ്ടു. ആ ഡയറി കുറിപ്പിൽ 15 വർഷങ്ങൾക്ക് മുമ്പേ ഒരു മാലിനി എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ത്രീ അവിടെ എഴുതി വെച്ചിരുന്നു ഒരു കുറിപ്പാണ് അവർ കണ്ടത്. ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ 4 പേരാണ് വന്നത്. എന്നാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പോകുന്നത് വെറും 3 പേർ. അതിൽ ആരെയാണ് ഇവിടെ ബലി കൊടുക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല എന്ന ഒരു കുറിപ്പ് കണ്ടിട്ടാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നത്. ആ സമയത്ത് വിഷ്ണുവിനോട് ചോദിച്ചു, ആരാണ് മാലിനി എന്ന്. ആ സമയത്ത് വിഷ്ണു പറഞ്ഞു, അത് എൻ്റെ അമ്മായിയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പേ ഈ തറവാട്ടിൽ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മായിയാണ് ഈ മാലിനി എന്ന് പറഞ്ഞ സ്ത്രീ. എന്നാൽ ഇവർ എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, അത് മുത്തശ്ശിക്ക് മാത്രമേ അറിയൂ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇതിനെക്കുറിച്ച് ആരും മുത്തശ്ശിയോട് ചോദിക്കാൻ പാടില്ല എന്ന ഒരു വാണിങ്ങും ഞങ്ങൾക്കൊക്കെ ചെറുപ്പം മുതലേ അമ്മ തന്നിട്ടുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സെൽഫി എടുക്കുന്ന സമയത്താണ് ആ സെൽഫിയിൽ അവരെ 4 പേരെ കൂടാതെ ഒരു 5ാമതായി ഒരാളെ കാണാൻ സാധിച്ചത്. പെട്ടെന്ന് ആമി ആ സെൽഫി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷട്ടർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആമി ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. വീണ്ടും ഒന്നുകൂടെ സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് ആ ക്യാമറയിൽ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആമി പിന്നീട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പോയില്ല. എന്ത് വന്നാലും വേണ്ടിയില്ല എന്ന് കരുതി ഒന്ന് ഷട്ടർ ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് ക്യാമറ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈകിട്ട് ആ ക്യാമറയിലെ ഈ ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ 5ാമതായി ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അത് അദൃശ്യമായി നിന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ ദുരാത്മാവായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് വിഷ്ണു പറഞ്ഞത്, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന്. എന്നാൽ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ അത്ര എളുപ്പമായിരുന്നില്ല. 3 ദിവസത്തിൽ കൂടുതൽ 3 പേരിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നല്ലേ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ 1 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു.
എന്നാൽ അടുത്ത ദിവസം രാത്രി പെട്ടെന്നാണ് ആമിയെ അവിടെ നിന്ന് കാണാതാവുന്നത്. ആമിയെ എല്ലാ ഭാഗത്ത് തിരഞ്ഞിട്ടും അവർക്ക് ആർക്കും കാണാൻ സാധിച്ചില്ല. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിന് മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെ ആമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇറങ്ങാനായി അവളോട് പറയുന്ന സമയത്ത് അവൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പിറുപിറുക്കലിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇവർക്ക് ഒരാളെ ബലി നൽകണം, എന്നാലേ നമുക്ക് 3 പേർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ സമയത്ത് സന പറഞ്ഞു, 3 പേരല്ല, നമ്മൾ 4 പേരും ഇവിടെ നിന്ന് തിരിച്ചു പോകും. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, നീ എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാനായി പറഞ്ഞു. എന്നാൽ ആമി ആ കിണറിന് മുകളിൽ നിന്നും ഇറങ്ങാൻ ഒട്ടും തന്നെ കൂട്ടാക്കിയിരുന്നില്ല. എന്നാലും ബലം പ്രയോഗിച്ച് ആമിയെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞിരുന്നു. എന്നിട്ട് വീണ്ടും അകത്തേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി അവർക്ക് ചുറ്റുമുണ്ടായ അമാനുഷികമായ ഓരോ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവുന്ന പോലെയായിരുന്നു. അന്ന് രാത്രി വിഷ്ണു ഒഴികെ ബാക്കി എല്ലാവരുടെ ശരീരത്തിലും എന്തൊക്കെയോ ആത്മാക്കളുടെ സാന്നിധ്യം കാണുകയും അവർ വിചിത്രമായി മറ്റൊരാളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. അതിൽ ആമിയുടെ ശരീരത്തിലേക്ക് കയറിയ ബാധ 15 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മാലിനി എന്ന് പറഞ്ഞ സ്ത്രീയുടേതായിരുന്നു. ആമി സ്വയം ഞാൻ തന്നെയാണ് മാലിനി എന്ന ഒരു മട്ടിലായിരുന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ വിഷ്ണു പറഞ്ഞു കേട്ട കഥ കാരണം അവൾക്ക് തോന്നുന്നതാകാമെന്ന് സനയും നിധിയും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ വിഷ്ണു പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ചതിയുണ്ട്, നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന്. എന്നാൽ അവർക്ക് 4 പേർക്കും ഒരുപോലെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുന്നു. എന്നാൽ അവർ രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് അവർ തള്ളി തുറന്ന ആ വലിയ ഗേറ്റ് അവർക്ക് മുമ്പിൽ ആഞ്ഞ് അടയ്ക്കപ്പെടുന്നു. പിന്നീട് 4 പേർ ശ്രമിച്ചിട്ടും ആ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കാനേ സാധിച്ചിരുന്നില്ല. എന്നാൽ ആ സമയത്താണ് വിഷ്ണു ഒരു കാര്യം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞു. ഇവിടെ മാലിനി എന്ന് പറഞ്ഞ എൻ്റെ അമ്മായിയെ മുത്തശ്ശി ആ കിണറിലേക്ക് ബലി നൽകിയതാണ്. അതിന് ഒരു ചരിത്രമുണ്ട് ഈ തറവാടിന്. ഈ കള്ളുവാഴി തറവാട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ഒരു ദുഷ്ടനായ കാരണവർ ദുർമൂർത്തികളെ പൂജിച്ചിരുന്നു പോലും. ഇവിടെ ഈ കിണറിന് താഴെ ഒരു ഭൂഗർഭ അറയുണ്ടാക്കി. ആ ഭൂഗർഭ അറയിൽ വെച്ചായിരുന്നു ഇതുപോലെയുള്ള ആവാഹനങ്ങൾ നടത്തിയിരുന്നത്. ഏതോ ഒരു ഇരുട്ടിന്റെ ശക്തിയായിരുന്നു അവർ ആരാധിച്ചു പോന്നിരുന്നത്. എന്നാൽ ഒരുപാട് കാലം പൂജ ചെയ്തതിനു ശേഷം ആ ഇരുട്ടിന്റെ ശക്തി കാരണവർക്ക് മുന്നിൽ പ്രസാദിച്ചു. എന്നാൽ ആദ്യമായി ആ രൂപം പ്രത്യക്ഷപ്പെട്ട സമയത്ത് ആ രൂപം ആവശ്യപ്പെട്ടത് ഈ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കന്യകയുടെ രക്തമായിരുന്നു. എന്നാൽ തെല്ലും ആലോചിക്കാതെ അന്നത്തെ ഇളമുറ തമ്പുരാട്ടിയായിരുന്ന ഒരു കന്യകയായ അവിടുത്തെ ഒരു സ്ത്രീയെ ആ ഇരുണ്ട ശക്തിക്ക് വേണ്ടി ബലി നൽകി. അവളുടെ രക്തം കൊണ്ട് ആ തറവാടും ആ ഭാഗങ്ങളൊക്കെ പിന്നീട് ശാപിതമായി. അതിന് കാരണം ആ തറവാടിൽ പൂജിച്ചു വരുന്ന ചില ദൈവങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കോപിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങൾ ആ കള്ളുവാഴി തറവാടിന് ശാപം നൽകിയത്. ഈ തറവാടിൽ ഇനി 3 ദിവസത്തിൽ കൂടുതലോ 3 പേരിൽ കൂടുതലോ ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അവരിൽ ഒരാളെ ഈ ഭൂഗർഭ അറയിലേക്ക്, അതായത് ആ ഇരുട്ടിന്റെ ശക്തിക്ക് ബലി നൽകേണ്ടി വരും. എന്നാൽ കാലത്തിന്റെ നീക്കുപോക്കുകളിൽ അവിടുത്തെ തമ്പുരാനായ മാന്ത്രികൻ മരണപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് മരണശേഷം ഈ ഭൂഗർഭ അറ ഇടിച്ചു നിരത്തിയിട്ട് അവിടെ ഒരു കിണർ സ്ഥാപിക്കുകയും ആ കിണറിന് ഇരുമ്പ് കമ്പി കൊണ്ട് വലയം തീർക്കുകയും ചെയ്തിരുന്നു. അവിടെ എത്തുന്ന 3 പേരിൽ കൂടുതൽ ഉണ്ടാവുന്നവരിൽ ഒരാളെ ആ കിണറ് ബലിയായി ആവശ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു മുത്തശ്ശിക്ക് സ്വന്തം മകളായ മാലിനിയെ ആ കിണറിലേക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പേ മാലിനിയും തന്റെ കുടുംബത്തിലെ മാലിനിയുടെ 3 ജ്യേഷ്ഠന്മാരും കൂടിയിട്ട് 4 പേരടക്കം ഈ തറവാട്ടിലേക്ക് വന്നു. അവർ 3 ദിവസത്തിൽ കൂടുതൽ ഇവിടെ താമസിച്ചു. മുത്തശ്ശിയുടെ അനുവാദമില്ലാതെയായിരുന്നു അവർ അങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ ഇതറിഞ്ഞ മുത്തശ്ശി തറവാട്ടിലേക്ക് വന്ന സമയത്ത് ആ ഇരുണ്ട ശക്തികൾ ഒരാളെ ബലിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ മുത്തശ്ശിക്ക് അവിടെ ബലി നൽകേണ്ടി വന്നു. അത് മാലിനിയായിരുന്നു മുത്തശ്ശി ആ കിണറിലേക്ക് ആ ദുഷ്ടശക്തികൾക്ക് ബലിയായി നൽകിയത്. അന്ന് ആ മാലിനിയെ കിണർ വിഴുങ്ങുന്നത് പോലും കണ്ടു നിൽക്കാനാവാത്ത മുത്തശ്ശി ആ 3 പേരെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ആരും തന്നെ ആ തറവാട്ടിലേക്ക് പോയിട്ടില്ല. അവിടെ വൃത്തിയാക്കാൻ പോലും ആരും പോവാറുണ്ടായിരുന്നില്ല. എന്നാലും ഏത് സമയവും ആ തറവാട്ടിലേക്ക് ചെന്നാലും ആ വീടും പുരയിടവും വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ കാണപ്പെടാറുണ്ട്. അതൊക്കെ ആ ഇരുണ്ട ശക്തി ചെയ്യുന്നതാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചു പോന്നിരുന്നത്. അങ്ങനെയുള്ള ഒരു തറവാട്ടിലേക്കായിരുന്നു ഹൊറർ ഹണ്ടിങ് വ്ലോഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് 4 പേരിൽ ഒരാൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല.
അവിടം ബലിയാകേണ്ടി വന്നത് ആമിക്ക് തന്നെയായിരുന്നു. അവർ 4 പേരും ഏത് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ 5ാമതായിട്ട് ഒരു ആത്മാവ് കൂടി ഉണ്ടായിരുന്നു. ആ ആത്മാവായിരുന്നു മാലിനി ആ ദുഷ്ടശക്തിക്ക് വേണ്ടി ഓരോരുത്തരെയായി കിണറിലേക്ക് ബലി നൽകേണ്ട ഉത്തരവാദിത്തം ഇന്ന് മാലിനിക്കാണ്. അതുകൊണ്ട് മാലിനി തിരഞ്ഞെടുത്തത് ആമിയായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ വിഷ്ണുവും സനയും നിധിയും പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, ആമിയെ എങ്ങനെയാണ് ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുക. പെട്ടെന്ന് ആമിയെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ആമിയുടെ ദേഹം മുഴുവൻ മരവിച്ച പോലെയായിരുന്നു. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ കണ്ണുകളിൽ കൃഷ്ണമണി കാണുന്നേ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ വെള്ള തൂകിയ പോലുള്ള, മരണപ്പെട്ടിട്ട് കുറച്ച് സമയമായതുപോലുള്ള ഒരു ശരീരപ്രകൃതി. ആ സമയത്ത് സന പറഞ്ഞു, ആമി നമ്മളെ വിട്ടു പോയിട്ട് കുറേ സമയമായിരിക്കുന്നു, നമുക്ക് 3 പേർക്കും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും വണ്ടിയൊക്കെ അവിടെ തന്നെ ഉപയോഗിച്ച് അവിടെ നിന്ന് റോഡിലേക്ക് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. അങ്ങനെ അവർ 3 പേരും റോഡിലെത്തി. അവിടെ നിന്നും ഏതൊക്കെയോ വണ്ടിക്ക് കൈ കാണിച്ചും ലിഫ്റ്റൊക്കെ അടിച്ചും അവർ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവർ 3 പേരും സനയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവർ എടുക്കാത്ത തരത്തിലുള്ള ഒരുപാട് ഫോട്ടോകൾ എടുത്തു വെച്ചിരുന്നു. അതിൽ ആമിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതിലൊരു റെക്കോർഡഡ് വീഡിയോസും ഉണ്ടായിരുന്നു. അതിൽ ആമി പറയുന്നുണ്ട്, ഗൈസ് പ്ലീസ് തിരിച്ചു വരൂ എന്ന് ആമി ഉറക്കി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും അവർ പോന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ക്യാമറ പരിശോധിക്കുന്നത്. ആ സമയത്ത് അവർ കാണുന്ന ആ വീഡിയോയിലെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു. അതായത് അവർ അന്ന് ആ വീഡിയോ കാണുന്ന ദിവസത്തെ ഡേറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആമിയുടെ ആത്മാവ് മാലിനിക്ക് പകരമായി ആ തറവാട്ടിൽ മറ്റാർക്കു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. അങ്ങനെയുള്ള ശാപം പിടിച്ച ഈ കള്ളുവാഴി തറവാട്ടിലേക്ക് പിന്നീട് ഒരിക്കൽ പോലും ആരും പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും വിചിത്രമായ കഥകളോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രേതാനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്.